ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ എല്ലാ രീതിയിലും പെട്ടിരിക്കുകയാണ് കേട്ടോ. കടവും കടത്തിന്റെ കൂടും എന്ന് പറയുന്നത് പോലെ കടത്തിന്റെ മുകളിൽ കടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ശ്രുതിയെ ആരും സഹായിക്കാനുണ്ടായിരിക്കില്ല. മീരയാണെന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ ശ്രുതിയായിട്ട് അടിച്ചു പിരിയുന്നൊക്കെ ഉണ്ട്. സ്വന്തം കാര്യം നോക്കി പോകുന്നുണ്ട് മീര. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് നവീനാണെങ്കിൽ പിന്നെയും ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എന്നത്തെയും പോലെ തന്നെ പണത്തിന്റെ ആവശ്യവുമായിട്ട് തന്നെയാണ് നവീൻ ദാസ് ശ്രുതിയെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. തന്റെ കയ്യിൽ ഇപ്പൊ പണമൊന്നും തരാനില്ലെന്ന് ശ്രുതി താഴ്മയോടെ പറയുന്നുണ്ടെങ്കിലും, ശരി, നിന്റെ കയ്യിൽ ഇപ്പൊ പണമില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി വന്നിട്ട് നിന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല, പക്ഷേ എനിക്കൊരു വൺ ടൈം സെറ്റിൽമെന്റ് എന്ന് പറയുന്ന പോലെ നീ ഒരു 10 ലക്ഷം രൂപ തന്നാ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം, നിനക്ക് പിന്നെ സേഫ് ആയിട്ട് ജീവിക്കുകയും ചെയ്യാം. എന്തു പറയുന്നു? ഏതായാലും ദാസിന്റെ ആ ഒരു ആവശ്യം കേട്ടിട്ട് ശ്രുതി വല്ലാതെ ഞെട്ടുന്നുണ്ട്. കാരണം 1 ലക്ഷം രൂപ പോലും ശ്രുതിയുടെ കയ്യിൽ എടുക്കാനില്ല. പിന്നെ എങ്ങനെയാണ് 10 ലക്ഷം രൂപ കൊടുക്കുക? പണമാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ വേണമെന്നാണ് നവീൻ ആവശ്യപ്പെടുന്നത്. ശ്രുതിയാണെങ്കിലും പറയുന്നുണ്ട് തന്റെ കയ്യില് അത്രയും പണമൊന്നും ഇല്ല എന്ന്. നിനക്കിനി എന്താ ചെയ്യാൻ പറ്റുക, അത് നീ ചെയ്തോ എന്ന്. ശ്രുതിയുടെ ചങ്കൂറ്റത്തോടെയുള്ള ആ മറുപടി കേട്ടിട്ട് ദാസ് ഒന്ന് പതറുന്നുണ്ട്. ഇത്രയും കാലം താൻ പേടിപ്പിച്ച് നിർത്തിയതുപോലെ ഇനി ശ്രുതിയുടെ അടുത്ത് പറ്റില്ലെന്നൊക്കെ നവീന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ ഭർത്താവിനോട് താൻ സത്യങ്ങളെല്ലാം പറഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ മയക്കിക്കോളും. അതുകൊണ്ട് പറയേണ്ട ആളുടെ അടുത്ത് തന്നെ ഇക്കാര്യം പറയുന്നതാണ് നല്ലതെന്ന് ദാസ് ചിന്തിക്കുകയാണ്. ശ്രുതിയെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം സച്ചിയോട് തുറന്നു പറയാൻ തന്നെയാണ് നവീൻ ദാസ് തീരുമാനിക്കുന്നത്. അങ്ങനെ സച്ചിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ശ്രുതിയെ ഭീഷണിപ്പെടുത്തുകയാണ് നവീൻ ദാസ്. അതങ്ങോട്ട് കേൾക്കുന്നതും ശ്രുതിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ശേഷം ദാസിനോടായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിന്നെ അറിയിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി അവിടുന്ന് തടി തപ്പുന്നത്. ദാസിനാണെങ്കിലും സന്തോഷമാവുന്നുണ്ട്. തന്റെ ആവശ്യം ആ 10 ലക്ഷം രൂപ ശ്രുതി എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തില് സന്തോഷം നിൽക്കുകയാണ് നവീൻ ദാസ്. ശ്രുതിയാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ആകെ ടെൻഷനിലായി പോകുന്നു. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നവീൻ ദാസ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനോടെ കിടക്കുക തന്നെയാണ് ശ്രുതി. ഇടയ്ക്ക് എപ്പോഴോ മയങ്ങി പോകുമ്പോ ശ്രുതി ഒരു സ്വപ്നമൊക്കെ കാണുകയാണ്. അങ്ങനെ ആ സ്വപ്നം കണ്ടിട്ട്, എടാ ദാസേ, നീ സച്ചിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയൂടാ, എന്നാലേ നിന്നെ ഞാൻ ചുമ്മാ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് എല്ലാവരും ശ്രുതിയുടെ മുറിയിലോട്ട് ചെല്ലാണ്. കാരണം ശ്രുതി അത്രയ്ക്ക് സൗണ്ടിലാണ് ആ കാര്യങ്ങളെല്ലാം ഉറക്കെ പറഞ്ഞത്. പറഞ്ഞ കാര്യം മാത്രം എന്താണെന്ന് ആർക്കും പിടിയിട്ടിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ ശ്രുതിയുടെ ബേളം കേട്ടിട്ട് എല്ലാവരും അവിടേക്ക് എത്തുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അവരോടൊക്കെ ഞാൻ ഉറക്കത്തിൽ എന്തോ അറിയാതെ പറഞ്ഞു പോയതാ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. സച്ചിക്ക് ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്തെങ്കിലും ഒന്നും മിണ്ടാതെ കിടന്നുറങ്ങ്, മറ്റുള്ളവരുടെ സ്വസ്ഥത കളയാതെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടെ ഒന്നും പോകുന്നത്. ചന്ദ്രമതി ആണെങ്കിലും ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്താടി ആരെയും ഉറങ്ങാൻ വേണ്ടി സമ്മതിക്കില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്ന കേൾക്കുമ്പോ ശ്രുതി പറയും, അമ്മേ, അതിന് അവളെന്ത് ചെയ്യാനാ? ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ചീത്ത സ്വപ്നം കണ്ടതായിരിക്കും. ആ, നീ പറഞ്ഞ ശരിയാ, നിന്റെ ജീവിതത്തിലേക്ക് വന്ന് ഏറ്റവും ചീത്ത സാധനമാ ഇവള്. അങ്ങനെയുള്ള ഇവൾക്ക് എങ്ങനെയാ ചീത്ത സ്വപ്നമൊക്കെ കാണാൻ പറ്റുന്നത്? അങ്ങനെയെല്ലാം പറഞ്ഞ് ചന്ദ്രമതി തിരിച്ചു പോകുന്ന സമയത്താണ് റൂമിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുന്നത്. ശ്രുതി താഴെ തന്നെയല്ലേ കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി പിന്നെയും തിരിഞ്ഞു നോക്കുന്നത്. എന്തായാലും രണ്ടെണ്ണവും മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീണ്ടും ഉറക്കത്തിലായെന്ന് മനസ്സിലാക്കുന്ന ശ്രുതി വീണ്ടും താഴേക്ക് ചെന്നിട്ട് കിച്ചണിൽ ചെന്നിട്ട് നവീൻ ദാസിനെ വിളിക്കുകയാണ്. നവീനാണെങ്കിൽ ഇതേ സമയത്ത് ആന്റണിയുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് മദ്യപിച്ച് ശരിക്കും ബോധമില്ലാത്ത ഒരു അവസ്ഥയിലൊക്കെയാണുള്ളത്. അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ കഴിഞ്ഞ് പിരിയുന്ന ഒരു സമയത്താണ് ശ്രുതി വിളിക്കുന്നത്. ആന്റണി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ദാസിനോട്, ശ്രുതി പണം തരുമോ എന്ന്. ഓ, അവള് തരും, അവളെ കൊണ്ട് തരാനുള്ള വഴികളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ കോൾ അറ്റൻഡ് ചെയ്യാണ് ദാസ്. അല്ല ശ്രുതി, എന്താ എന്നെ ഈ സമയത്ത് വിളിച്ചത്? നിനക്ക് എന്റെ കാര്യം ഇപ്പോഴാണ് ഓർമ്മ വന്നത് എന്നൊക്കെ ദാസ് ചോദിക്കുന്ന കേൾക്കുമ്പോ ശ്രുതിയാണെങ്കിലും താഴ്മയോടെ ദാസിനോട് പറയുകയാണ്, ദാസേ, ദയവ് ചെയ്ത് നീ സച്ചിയുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറയരുത്. എന്റെ ജീവിതം തന്നെ തകർന്നു പോകും. നീ എന്നെ രക്ഷിക്കണം. ദാസാണെങ്കിലും മനസ്സലിവുള്ള ആളൊന്നും അല്ലല്ലോ. ശ്രുതിയോട് പറയും, നീ പണം തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ അതിന്റെയൊക്കെ പുറകെ പോകുന്നേ? ഞാൻ ആരോടും പറയില്ല. പക്ഷെ ഞാൻ ചോദിച്ച പണം നീ എനിക്കത് തരണം, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വഷളാവും. അതേസമയം ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് 10 ലക്ഷം രൂപയൊക്കെ ചോദിച്ചാ ഞാൻ എവിടെ നിന്നെടുത്ത് തരാനാടാ? എന്റെ കയ്യിലാണെങ്കിൽ അത്രയും പണമൊന്നും ഇല്ല. ദയവ് ചെയ്തിട്ട് നീ ഒന്ന് മനസ്സിലാക്ക്. എന്നാൽ ശ്രുതി എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ടും ദാസ് സമ്മതിക്കുന്നില്ല. പണം തന്നു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം, സച്ചിയെ പിന്നെ ഞാൻ ഒന്നും അറിയിക്കില്ല. ഇനി അതല്ല നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ നാളെ തന്നെ സച്ചിയോട് എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ എന്താ സംഭവിക്കാന്ന് നിനക്ക് ഊഹിക്കാലോ ശ്രുതി. ഇതൊക്കെ കേട്ട് വല്ലാതെ പേടിച്ചു നിൽക്കുകയാണ് ശ്രുതിയും. അപ്പോഴാണ് ശ്രുതിക്ക് ഒരു ഐഡിയയും തോന്നുന്നത്. അങ്ങനെ ദാസിനോടായിട്ട് ശ്രുതി പറയുകയാണ്, എന്റെ കയ്യിൽ എന്തായാലും അത്രയും പണമൊന്നുമില്ല,
പക്ഷെ നീ ചോദിച്ചിരിക്കുന്ന പണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു വഴി നിനക്ക് പറഞ്ഞുതരാം. എന്ത് വഴിയാണെന്ന് ദാസ് ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണം നടക്കാൻ വേണ്ടി പോവുക. സച്ചിയുടെ ഭാര്യ രേവതി ഉണ്ടല്ലോ, അവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നാളെ സ്വർണ്ണമൊക്കെ മേടിക്കാൻ പോകും. ആ സ്വർണ്ണമൊക്കെ ആണെങ്കിലും ഇവിടെ തന്നെ ആയിരിക്കും വെക്കുക. അതുകൊണ്ട് ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ നിന്നെ വിളിച്ചിട്ട് കാര്യം പറയാം. ആ സമയത്ത് നീ സ്വർണ്ണം എടുത്തോണ്ട് പോയിക്കോ. ദാസിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോ ഇരട്ടി സന്തോഷമാകുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ നിന്റെ ഐഡിയ. എന്തായാലും ഞാൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം തരാനുള്ള ഏർപ്പാടാണല്ലോ നീ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. പക്ഷെ ശ്രുതി, ഞാൻ എന്തിനാ നിന്റെ വീട്ടിൽ വന്നിട്ട് അത് എടുക്കുന്നത്? നിനക്ക് തന്നെ അത് എടുത്തിട്ട് എന്റെ കയ്യിൽ തരരുതോ? അപ്പൊ ശ്രുതി പറയും, ഇല്ലില്ല, അത് പറ്റില്ല. ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് ആരോ എടുത്തെന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ സച്ചി എന്നെ ആയിരിക്കും സംശയിക്കുക. നീ വന്ന് എടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കള്ളന്മാര് വന്ന് എടുത്തുകൊണ്ട് പോയതാണെന്നേ വിചാരിക്കും. നിനക്ക് പണവും കിട്ടും, എന്റെ കാര്യവും ഓക്കെ ആവും. എനിക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ദാസിന് അതത്ര തൃപ്തികരമാവുന്നില്ല. കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ ഞാൻ അവിടേക്ക് വന്ന് പിടിക്കപ്പെട്ടാലോ എന്നുള്ള കാര്യം സംശയത്തോടെ ചോദിക്കുമ്പോ, ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഞാൻ നിന്നെ അറിയിക്കാൻ ദാസേ, അപ്പൊ വന്ന് എടുത്താൽ മതിയല്ലോ. സ്വർണ്ണം എല്ലാം മേടിച്ചതിന് ശേഷം ഞാൻ നിന്നോട് പറയാം, അതിനുശേഷം നീ വന്നാ മതി. ദാസും പിന്നെ അതിനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം ആന്റണിയെ അറിയിക്കുകയാണ് ദാസ്. ആന്റണിക്കാണെങ്കിലും ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ദാസിനോട് അവിടെ പോയി എടുക്കണ്ടെന്നാണ് ആന്റണി പറഞ്ഞു കൊടുക്കുന്നത്. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ നമ്മുടെ പയ്യന്മാരെ അയക്കാം എന്നിങ്ങനെ ആന്റണി പറയുന്നുണ്ടെങ്കിലും അങ്ങനെ വേറെ ആരെങ്കിലും പോയി അത് എടുത്തു കഴിഞ്ഞാലേ ശ്രുതി വിചാരിക്കുക എനിക്ക് ഒട്ടും കഴിവില്ലെന്ന്. അതുകൊണ്ട് ഈ ഡീല് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് ദാസ്. അങ്ങനെ പിറ്റേ ദിവസം സ്വർണ്ണമൊക്കെ മേടിച്ചിട്ട് വർഷയും രേവതിയും ഒക്കെ കൂടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. സ്വർണം മേടിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ രേവതി അത് കൊണ്ടുപോയിട്ട് പൂജാമുറിയിലൊക്കെ വെക്കുന്നുണ്ട്. കാരണം കല്യാണത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് മേടിച്ച സ്വർണ്ണമാണല്ലോ, അത് പൂജ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടാണ് രേവതി അത് അവിടെ കൊണ്ടുപോയി വെക്കുന്നത്. മേടിച്ചു വന്നതിന് ശേഷം ശ്രുതി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ വർഷ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ സ്വർണ്ണം എടുക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശ്രുതി ചേച്ചി ഇല്ല, ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇന്ന് ജോലിക്ക് പോയില്ലേ എന്ന്. അപ്പൊ ശ്രുതി പറയും, പിന്നെ ഞാൻ പോയല്ലോ, പാർലറിലെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ, ഇനി വേണം ശ്രുതിയുടെ ഷോറൂമിലേക്കും കൂടെ പോവാൻ. ഉടനെ വർഷ പറയും, ശ്രുതി ചേച്ചി ഞങ്ങൾ ഇന്ന് പോയ കടയിലുണ്ടല്ലോ ഒരുപാട് ഡിസൈൻസ് ഉണ്ടായിരുന്നു, ചേച്ചിക്ക് സ്വർണ്ണം എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിലേ പറഞ്ഞാൽ മതി, ഞാൻ ആ കട പറഞ്ഞു തരാം. എന്നാൽ ശ്രുതി പറയും, ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ വർഷ സ്വർണ്ണമൊക്കെ മേടിക്കുന്നത്? അത് കേൾക്കുന്ന വർഷയാകട്ടെ കളിയാക്കിക്കൊണ്ട് പറയാണ്, അല്ല ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് മോഷ്ടിച്ച സ്വർണം വാങ്ങിക്കൊണ്ട് വരുന്നതിനേക്കാളും നല്ലതാണല്ലോ ഇതുപോലത്തെ നല്ല കടയിൽ നിന്ന് മേടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന രീതിയിൽ വർഷ അവിടുന്ന് പോകുന്നുണ്ട്. വർഷയുടെ ആ കളിയാക്കല് കേട്ടിട്ട് ശ്രുതിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് ശ്രുതി തന്റെ റൂമിൽ പോയിരിക്കുകയാണ്. ഇവിടെ രേവതിയാണെങ്കിൽ പൂജാമുറിയിൽ പൂജ ചെയ്യാൻ വേണ്ടി പഴങ്ങളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അത് മേടിക്കാൻ എന്നോണം പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് വർഷയും തനിക്കൊരു ഐലൈനർ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് രേവതിയുടെ കൂടെ പോകാൻ ഭാവിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ അത് കാണുമ്പോൾ ശ്രുതിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ താനും പുറത്തേക്ക് പോവുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിട്ടൊക്കെ ഇറങ്ങി വരുന്നത്. ശ്രുതി തന്നെയാണ് ആദ്യം ഇറങ്ങി പോകുന്നതും. അതിന്റെ പുറകെ വീടൊക്കെ പൂട്ടിയിട്ട് വർഷയും രേവതിയും കൂടെ ഇറങ്ങുന്നുണ്ട്. വീടിന്റെ താക്കോലാണെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്തതിന് ശേഷം അവിടെയുള്ള പൂച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അവര് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി കുറച്ചു നേരം മറഞ്ഞു നിൽക്കുന്നുണ്ട്. സിറ്റുവേഷൻ എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതാണ് പറ്റിയ അവസരം എന്ന് ചിന്തിച്ചുകൊണ്ട് ദാസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ദാസ് ശ്രുതിയുടെ വീട്ടിലേക്ക് വരും. ഇവിടെ ഇപ്പൊ ആരും ഇല്ലെന്നും നീ പോയിട്ട് സ്വർണ്ണം എടുത്തുകൊണ്ട് വരാനും ശ്രുതി ദാസിനോട് പറയുന്നുണ്ടെങ്കിലും ദാസിന് ചെറിയ പേടിയുണ്ട്. ഞാൻ ഉള്ളിൽ കയറുന്ന സമയത്ത് ആരെങ്കിലും വന്നാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും വരില്ല, പിന്നെ വന്നാലും എന്റെ അമ്മായിയമ്മയോ അല്ലെങ്കിൽ രേവതിയോ ആയിരിക്കും വരിക. ആ രണ്ട് പെണ്ണുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ നിനക്ക് പറ്റില്ലടാ. ശേഷം ദാസ് താക്കോൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രുതി. ദാസിനെ മോഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് ശ്രുതി അവിടെ നിന്നും പോകുന്നുണ്ട്. ദാസ് ആണെങ്കിലും പിന്നെ ഒട്ടും വൈകിച്ചില്ല. വേഗം തന്നെ ശ്രുതിയുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ആ സ്വർണ്ണം എല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന ആ ഒരു സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഈ ദാസനെ കാണുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തില് ദാസിനെ പിടികൂടിയിട്ട് ആ സ്വർണ്ണമൊക്കെ പിടിച്ചു വാങ്ങാൻ ശ്രുതി ശ്രമിക്കുമ്പോഴാണ് ശ്രുതിയുടെ ആ കണ്ണട ഉണ്ടല്ലോ അത് ദാസ് വലിച്ചൂരി എടുക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ശ്രുതിക്ക് കണ്ണും കാണില്ല. എങ്കിലും ഒരു വിധത്തിലൊക്കെ ദാസിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രുതി. ദാസാണെങ്കിൽ ശ്രുതിയുടെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു തുണി എടുത്തിട്ട് ശ്രുതിയുടെ തലയിലൊക്കെ ചുറ്റുന്നുണ്ട്. ദാസാണെങ്കിലും തന്റെ മുഖം ഒരു തുണി വെച്ച്
മറച്ചു പിടിച്ചിട്ടൊക്കെയാണ് മോഷണത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ശ്രുതിയും ദാസും ഇങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുമ്പോഴാണ് അങ്ങോട്ടേക്കും രേവതിയും അതുപോലെ തന്നെ വർഷയും കൂടി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് തിരികെ വരുന്നത്. രേവതിയും വർഷയും ആണെങ്കിലും ഇവരെ കണ്ടിട്ട് ഇവര് കള്ളന്മാരാണെന്ന് കരുതിക്കൊണ്ട് വർഷ ശ്രുതിയെയും രേവതി ദാസിനെയുമാണ് തല്ലുന്നത്. ഇതിനിടയിൽ ദാസ് രേവതിയെ തട്ടിയിട്ടിട്ട് കത്തി കാണിച്ചിട്ട് ഭയപ്പെടുത്താനൊക്കെ ശ്രമിക്കുമ്പോൾ രേവതിയാണെങ്കിൽ തന്റെ കയ്യിലുള്ള ആ സഞ്ചി ഉപയോഗിച്ചിട്ട് ദാസ് പിടിച്ചിരിക്കുന്ന കത്തി അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ, തട്ടി മാറ്റുകയാണ്. വർഷയാണെങ്കിലും ദാസിനെ ശരിക്കും പെരുമാറുന്നുണ്ട്, നിലത്തിട്ട് ചവിട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷെ ദാസ് ആണെങ്കിൽ ഒരു വിധത്തില് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ദാസ് പോയി കഴിയുന്നതും പിന്നെ അവിടെ ഉള്ളത് ആകെ ശ്രുതിയാണല്ലോ. രേവതിയും വർഷയും ആണെങ്കിൽ ശ്രുതിയെ കള്ളനാണെന്ന് വിചാരിച്ചുകൊണ്ട് പോയവൻ പോയി, പക്ഷെ ഇവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ശ്രുതിയെ ചവിട്ടി കൂട്ടുന്നുണ്ട്. സ്വർണം അടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന ദാസിനും അതിന് സാധിച്ചില്ല. കാരണം രേവതി തന്നെ അത് ഓൾറെഡി ദാസിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവൻ ഓടി രക്ഷപ്പെട്ടത്. അങ്ങനെ ശ്രുതിയുടെ ഈ ഒരു പ്ലാനും പൊളിഞ്ഞു പാളീസാവുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. താങ്ക്